നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എടോടോ, തൻ്റെയൊക്കെ ക്യാപ്റ്റൻ ലെജൻഡിനെ ബഹുമാനിക്കാൻ പഠിക്കടോ. ഒരു പ്രത്യേക വിഭാഗം ഫാൻസ് പോർച്ചുഗീസ് താരങ്ങൾക്ക് നേരെ പൊങ്കാലയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ എങ്ങനെയാണ്? ESPN റിപ്പോർട്ട് നോക്കണം. കമൻ്റ് അബൌട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ലീഡ്സ് ടു അറ്റാക്സ് ഓൺ സോഷ്യൽ മീഡിയ ഫോർ യങ് PSG ആൻഡ് പോർച്ചുഗൽ പ്ലെയർ ജാവോ നെവസ്. ബ്രൂണോ ഫെർണാണ്ടസിനും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. സംഗതി, ജാവോ നെവസ് ഒരു പ്രസ്താവന നടത്തി, മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച്. അതിങ്ങനെയായിരുന്നു: നമുക്കെല്ലാവർക്കും അറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി, പോർച്ചുഗീസ് ദേശീയ ടീമിന് വേണ്ടി, ലോക ഫുട്ബോളിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അതൊക്കെ പഴയ കാര്യമാണല്ലോ. പക്ഷേ അറ്റ് ദി മൊമെൻ്റ് അദ്ദേഹത്തിനും അറിയാം, ഞങ്ങൾക്കും അറിയാം, അദ്ദേഹം ഈ ടീമിലെ മറ്റാരിൽ നിന്നും വ്യത്യസ്തനല്ല. ഈ ടീമിൽ എല്ലാവരും ഒരുപോലെയാണ്. ഹി ഈസ് ജസ്റ്റ് അനദർ പ്ലെയർ ഓൺ ദി ടീം ഹൂ ഹെൽപ്സ് ദി ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിനെ, അതായത് ഈ ടീമിനെ സഹായിക്കുന്ന മറ്റേതൊരു താരത്തെയും പോലെ ഒരു താരം മാത്രമാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ. എക്സാക്ട്ലി ലൈക്ക് ഓൾ അതർ പ്ലേയേഴ്സ് ഡു. തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ ഉള്ളത് ടീമിനെ സപ്പോർട്ട് ചെയ്യാനും ദേശീയ ടീമിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെയാണ്, ജസ്റ്റ് ലൈക്ക് എവരി വൺ എൽസ്. അതായത് ക്രിസ്ത്യാനോക്ക് മാത്രമായിട്ട് പ്രത്യേകതയൊന്നുമില്ല. അദ്ദേഹം മറ്റെല്ലാ താരങ്ങളെയും പോലെ ഒരു താരം മാത്രമാണ് ഈ ടീമിൽ. ക്രിസ്ത്യാനോ മുമ്പ് ദേശീയ ടീമിന് വേണ്ടിയിട്ടും ലോക ഫുട്ബോളിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ അറ്റ് ദി മൊമെൻറ്റ് മറ്റെല്ലാ താരങ്ങളെയും പോലെ ടീമിനെ സഹായിക്കാനുള്ളൊരു താരമാണ് ക്രിസ്ത്യാനോ. അങ്ങനെ മാത്രമാണ് എന്ന് ജാവോ നെവസ് പറഞ്ഞു. സ്വാഭാവികമല്ലേ, വേൾഡ് കപ്പിന് പോകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, എല്ലാ താരങ്ങളും ഒരുപോലെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാൻ വേണ്ടി പരിശ്രമിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ചില ഫാൻസിനിടയിൽ വലിയ രൂപത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി. അദ്ദേഹത്തിനെതിരെ വലിയ രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകളും മറ്റുമൊക്കെ പറന്ന് നടന്നു. അതാണ് ഇപ്പോൾ ESPN റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണെന്നറിയോ പോസ്റ്റുകൾ ഉണ്ടായിരുന്നത്? ക്രിസ്ത്യാനോ ഉണ്ടായിരുന്നില്ലെങ്കിൽ നീയും നിൻ്റെ ഈ രാജ്യമൊന്നും എവിടെയും അറിയുമായിരുന്നില്ല. റെസ്പെക്ട്, സോ റെസ്പെക്ട് ദി ലെജൻഡ്. ലെജൻഡിനെ ബഹുമാനിക്കാൻ പഠിക്കടോ. നമ്മളെ എവിടെയും കാണാറുണ്ട് അങ്ങനെയൊക്കെ. ദെൻ റെസ്പെക്ട് യുവർ ക്യാപ്റ്റൻ. അദ്ദേഹമാണ് നിൻ്റെയൊക്കെ രാജ്യത്തെ ടോപ്പിലേക്ക് കൊണ്ടുപോയത്. പിന്നെ മറ്റൊന്ന്, റൺ ഫോർ ഹിം. അവന് വേണ്ടി നിങ്ങൾ കളിക്കളത്തിൽ ഓടിക്കളിക്ക്. ഹീ ഈസ് ദി ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഇൻ പോർച്ചുഗൽ. ആ കാര്യം മനസ്സിലാക്കുക. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ എതിരെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പോലും ഈ രൂപത്തിൽ ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ പേരിൽ? ക്രിസ്ത്യാനോയെക്കുറിച്ച്. അദ്ദേഹം മറ്റെല്ലാ താരങ്ങളെപ്പോലെയും ഈ ടീമിൽ ഒരാളാണ്. മുമ്പ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, സംഭവിച്ചു. പക്ഷേ ഇപ്പോൾ ഈ ടീമിൽ എല്ലാവരെയും പോലെ തന്നെയാണ് എന്ന് പറഞ്ഞതിന്. അപ്പോൾ ഇതാണ് ചില പ്രത്യേക വിഭാഗം ഫാൻസിൻ്റെ അവസ്ഥ. ആ ടീമിലെ തന്നെ മറ്റു താരങ്ങൾക്കെതിരെ ഇറങ്ങിയിരിക്കുകയാണ്. എന്തോ വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.